ഇന്നത്തെ ഒരു സാധാരണ ദിവസത്തെ വ്ളോഗാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ നേരം ഉറങ്ങിപ്പോയി. എന്നാലും എണീറ്റ് വന്ന് ഇങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. നമ്മുടെ കുഞ്ഞ് തോട്ടത്തിലെ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നതും അതുപോലെ കിളികളുടെ സൗണ്ടും ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു റിഫ്രഷ്മെൻ്റ് ആണല്ലേ. പിന്നെ ഈ ചെണ്ടുമല്ലി പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഓണക്കാലം ആയല്ലോ എന്നുള്ള ഒരു ഫീലും കൂടെ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇന്നത്തെ വ്ളോഗിലോട്ട് കിടക്കാം. ചില ദിവസങ്ങളിൽ അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടാവില്ല രാവിലെ എന്തുണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ ഓർത്തു ഒന്നുകൂടെ സിമ്പിളാക്കി കളയാമെന്ന് വിചാരിച്ചിട്ട് ബ്രെഡ് എടുത്ത് അതാകുമ്പോൾ പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, അധികം മെനക്കെടേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളിതുപോലെ മടിയുള്ള സമയത്ത് നമ്മൾക്ക് ചെയ്യാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഈ ഓവർനൈറ്റ് ഓട്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ തലേദിവസം ഇങ്ങനെ പാലിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ അതൊന്ന് പുറത്തെടുത്ത് വെക്കുകയാണ്, അന്ന് തണുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട്. ഏട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ ഓവർനൈറ്റ് ഓട്സ്. ഞാൻ എല്ലാ ദിവസവും ഒന്നും കഴിക്കില്ല, എനിക്ക് അത് ഓട്സൊക്കെ ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ മടുക്കും. അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ കഴിക്കുള്ളൂ. പിന്നെ ഇന്ന് ശനിയാഴ്ച ആയിട്ട് വെറുതെ ഓട്സ് ഒന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ച് തിരക്ക് പിടിച്ച ദിവസങ്ങളിലാകുമ്പോൾ പിന്നെ ഓട്സ് തന്നെ ആയിരിക്കും നമ്മൾക്കൊരു രക്ഷ. ഈ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ നമ്മൾ പാലിലിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് ഈസി ആയിട്ട് അത് കഴിക്കുകയും ചെയ്യും, എന്തെങ്കിലും ഫ്രൂട്ട്സോ നട്ട്സൊക്കെ ചേർത്തിട്ട്. ഞാനിപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള ചില്ലി ചീസ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ചില്ലി സോസ് ഒഴിക്കണില്ല, അതിന് പകരം ഫ്ലേക്സ് ഉണ്ടല്ലോ, ചില്ലി ഫ്ലേക്സ് വെച്ചിട്ട് അതാണ് ഈ ചീസിൻ്റെ മേലെ ഇടുന്നത്. അപ്പോൾ ഒരു എരിവ് കിട്ടും. പക്ഷേ ഇത് ചില്ലി സോസ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു സംഭവം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണത്. അതിനിടയിൽ ജാനൂട്ടിയൊക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇത് കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാം, നല്ല ടേസ്റ്റാണ്. പിന്നെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയിട്ടാണ്. അപ്പോൾ വിക്കിക്കും ജാനൂട്ടിക്കും എനിക്കും ഞങ്ങൾക്ക് 3 പേർക്ക് ഇത് തന്നെയായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ വേറൊരു സംഭവം കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. നമ്മൾക്ക് നാട്ടിൽ നിന്ന് 2 പെട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാത്തിരിപ്പായിരുന്നു. ട്രാക്കിംഗ് നമ്പർ നോക്കി എപ്പോൾ എത്തും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഡെലിവറി പേഴ്സൺ വരെ ചോദിച്ചു, നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നല്ലേ എന്ന്. കാരണം അവർ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ വാതിക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. സാധാരണ നമ്മളങ്ങനെ വേറെ പ്രോഡക്റ്റ്സ് ഒന്നും വരുമ്പോൾ അങ്ങനെ നിൽക്കാറില്ലല്ലോ. അവർ വെളിയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോവും, നമ്മൾ പിന്നെ എപ്പോഴാണ് സൗകര്യം പോലെ എടുക്കുക ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് വന്നിരിക്കുന്ന പാക്കേജ് ഇതേ ഓർലയിൽ നിന്നാണ്. 2 ബോക്സിലെ ആദ്യത്തെ പെട്ടി എന്ന് പറയുന്നത് നമ്മുടെ നാടൻ പലഹാര പെട്ടിയാണ്. കേരളത്തിലെ ഓരോ നാടുകളിൽ പോയിട്ട് അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് നമ്മൾക്ക് ഡെലിവറി ചെയ്യുന്ന സംഭവമാണ്. ഇത് ശരിക്കും നല്ല ഒതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ട് ഈ ഒരു എല്ലാ സ്നാക്സിനും. ഈ ഒരു പെട്ടി എന്ന് പറയുമ്പോൾ നമ്മൾക്കതൊരു കോംബോ പോലെയാണ്. എല്ലാ സംഭവങ്ങളും ഇപ്പം ഞാൻ ഈ വിളമ്പിയിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. അതായത് ചക്ക ചിപ്സ്, നേന്ത്ര ഉപ്പേരി, അരിമുറുക്ക്, കൊഴലപ്പം, പയോളി മിക്സ്ചർ, ശർക്കര ഉപ്പേരി, പിന്നെന്താ സ്വീറ്റ് ഡയമണ്ട് കട്ട്സ്, അവലോസ് ഉണ്ട, കോഴിക്കോടൻ ഹൽവ, പിന്നെ ലക്ഷദ്വീപ് ഹൽവയും എല്ലാം കൂടിയിട്ട് ഇതേ ഇപ്പം വിക്കിയും ജാനൂട്ടിയൊക്കെ ആയിട്ട് ഭയങ്കര കഴിക്കലാണ്. നാട്ടിൽ നിന്ന് നമ്മൾക്ക് നാട്ടിലെ സാധനങ്ങൾ വരുമ്പോൾ വല്ലാത്ത സന്തോഷമായിരിക്കും അല്ലേ. ആ ഒരു സന്തോഷം തന്നെ ശരിക്കും പ്രവാസികൾക്കാണ് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ദേ അടുത്ത ബോക്സ് പൊട്ടിച്ചപ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾക്ക് ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ആണ്. ഇത് കോംബോ ബോക്സ് അല്ല, ഓണത്തിൻ്റെ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള എല്ലാം ഓർഡർ ചെയ്യാം അവരുടെ സൈറ്റിൽ നോക്കിയിട്ട്. ഇതിപ്പം ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് അരിക്കൊണ്ടാട്ടം ഉണ്ടല്ലോ അത്, പിന്നെ പപ്പടം, ഗുരുവായൂർ പപ്പടം, നല്ല പൊള്ളി വരുന്ന പപ്പടമാണ് ഇത് ഇവരുടേത്. നമ്മുടെ ഇവിടെയൊക്കെ പപ്പടം വാങ്ങിക്കഴിയുമ്പം അത്ര പൊള്ളാറില്ല, അതെന്തുകൊണ്ടാണെന്നറിയില്ല. പക്ഷേ ഇത് കണ്ടോ, നല്ല ശരിക്കും നാട്ടിൽ അതേ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ട്. അവരുടെ പാക്കിങ് ശരിക്കും എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. നല്ല പാക്കിങ് തന്നെയായിരുന്നു. ആ മോയ്സ്ചറൊക്കെ അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് പാലട മിക്സ് കിട്ടും, പിന്നെ ഇഞ്ചിപ്പുളിയും ചമ്മന്തിപ്പൊടി ഉണ്ടല്ലോ അതുണ്ട്, പിന്നെ മധുരമുള്ള പഴം ഉണ്ടല്ലോ, നേന്ത്രപ്പഴത്തിൻ്റെ ചിപ്സ്, ഉണ്ണി മധുരം, ചക്ക വരട്ടിയതും ചക്ക തെരയും, ചീട എന്ന് പറയുന്ന ഒരു സംഭവം, അത് കളിയടയ്ക്കാന്ന് പറയും ചിലയിടങ്ങളിൽ. പിന്നെ നമ്മൾക്ക് എന്തായാലും അടിപൊളിയായിട്ട് പപ്പടവും പായസമൊക്കെ ആയിട്ട് കഴിക്കാം. ഇപ്പോൾ ശരിക്കും ഒരു ഓണം മൂഡായില്ലേ. നമ്മുടെ ഫോളോവേഴ്സിന് 15% ഓഫ് ഉണ്ട്. CWC എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ടാണ് ഓർഡർ ചെയ്യണമെങ്കിൽ. ഇനി ഓണ വിഭവങ്ങൾ കിട്ടില്ല എന്നുള്ള വിഷമം വേണ്ട, ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഇവിടെ ഡെലിവറി ഉണ്ട്. നാട്ടിൽ നിന്ന് ഈ പെട്ടി നിങ്ങൾ ഓർഡർ ചെയ്തതിൻ്റെ 48 മണിക്കൂറിൽ തന്നെ ഷിപ്പ് ചെയ്ത് 4-5 ദിവസത്തിൽ തന്നെ ഡെലിവറും ചെയ്യണതാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കാനാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും urla.com ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
നമ്മളിപ്പോൾ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ നോക്കുകയാണ്. മീൻ കറി വെക്കുന്നുണ്ട്, പിന്നെ ചെറുപയർ ഉപ്പേരി എനിക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ഇന്നിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണില്ല. പിന്നെ തൈരുണ്ട്, പിന്നെ ഇന്നലത്തെ കുറച്ച് കാരക്കുഴമ്പുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ലഞ്ചിന്. അപ്പോൾ അതേ മീൻ കറി എന്ന് പറയുമ്പോൾ നമ്മളിത് മുളകിട്ട മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിലോട്ട് മുളകും മാത്രമാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഉള്ളി, അതുപോലെ പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ എന്തായിരുന്നു, ഉലുവ, കടുക്, അത്രയാണ്. നന്നായിട്ട് വഴറ്റി ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്കിനി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിൽ കുടംപുളി ഉണ്ടല്ലോ, കുടംപുളി ഞാൻ ഓൾറെഡി ചൂടുവെള്ളത്തിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചാണ്, അതിടാം. പിന്നെ ഉലുവപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം മീനിടാം. നമ്മുടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മീൻ കഴുകി വെച്ചത് ചേർക്കാം. ഈ ഒരു മീൻ എന്ത് മീനാണെന്ന് എനിക്ക് അറിയില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് ഫ്രോസനായിട്ട് ഇവിടെ കിട്ടിയ മീനാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വറുക്കാനും ഇത് തന്നെയാണ് എടുത്തത് കേട്ടോ. വറുക്കാനും നല്ല എന്ന് വെച്ചാൽ ജാനുട്ടിയും വിക്കിയൊക്കെ കഴിക്കണ്ടായിരുന്നു. പിന്നെ മുള്ളധികം ഇല്ലല്ലോ, വലിയ മീനായതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇവർക്ക് വേണ്ടി മാത്രം വറുത്തു. പിന്നെ ഏട്ടന് വേണ്ടിയിട്ട് മീൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു ഉച്ചയൂണാണ് ഇന്ന് എന്തായാലും ഉണ്ടാക്കിയിരിക്കുന്നത്. ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചെറുതായിട്ടൊന്ന് ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിംഗ് ആണ് ഇത്. ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെയാണ് ഇത്തിരി ടൈം ഉണ്ടാവുള്ളൂ. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പച്ചക്കറികളൊക്കെ എടുക്കാനുണ്ടാവും. അപ്പോൾ പെട്ടെന്നൊന്നും നടക്കില്ല. അതുകൊണ്ട് വർക്കിംഗ് ഡേയ്സിൽ പോകല് പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വന്നിരിക്കുകയാണ് ഇവിടെ. കുറച്ച് പച്ചക്കറികൾ കൂടുതലായിട്ട് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആഴ്ചയിൽ ഇങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് നമ്മൾ മീൽ പ്ലാനൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈസിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതലായിട്ട് എടുത്തത്. കടയുടെ ഉള്ളിലും ഈ പച്ചപ്പൊക്കെ കാണുന്നത് നല്ല രസമാണല്ലോ. ഇപ്പം ഞാൻ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ പുതിന അധികം എടുക്കാറില്ല, കാരണം ചമ്മന്തി ഉണ്ടാക്കാനൊക്കെയാണ് പുതിന എടുക്കാറുണ്ടായിരുന്നത്. ഇപ്പം മാവരക്കലും ഇഡ്ഡലി ഉണ്ടാക്കലൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ പിന്നെ ചമ്മന്തി ഉണ്ടാക്കാതെ വെറുതെ പുതിന വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് വേസ്റ്റായി പോവുക, കേടായി പോവുകയാണ് ചെയ്യുക. അതുമല്ല, നമ്മുടെ വീട്ടിലും പുതിന ഉണ്ട്, ചെറിയ തൈയാണ്. അത്യാവശ്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഫ്രഷ് മുരിങ്ങക്കായ, അതുപോലെ വാഴയ്ക്ക, വഴുതനങ്ങ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ പിന്നെ ലൈവ് കിച്ചൺ ഉള്ളതുകൊണ്ട് സ്നാക്സൊക്കെ കുറച്ച് വാങ്ങിച്ച് കഴിച്ചു, പരിപ്പ് വട പോലത്തേക്ക്. അതിനുശേഷം പിന്നെ നമ്മൾ വീട്ടിലോട്ട് വന്ന് സ്വിമ്മിംഗ് പൂളിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ്. ഇവിടെ ആണെങ്കിൽ ഇപ്പം സമ്മർ ആയതുകൊണ്ട് 8 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് സൺസെറ്റ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമുണ്ട് ഈ പകൽ സമയം എന്ന് പറയണത്. അപ്പം രാത്രിയാവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട ഒരവസ്ഥയാണ്. ജാനൂട്ടിനെ വെള്ളത്തിൽ ഇറക്കാൻ നോക്കുകയാണ്. ഇത് കുട്ടികൾക്ക് മാത്രമുള്ള പൂളാണ്, ചെറിയ ബേബീസിന്. പക്ഷേ ജാനൂട്ടി ഒന്നും ഇറങ്ങണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവർ അവിടെ നിന്ന് മാറി വലിയ പൂളിലോട്ടും പോയി. പിന്നെ അങ്ങനെ പൂൾ ടൈമൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. ഇപ്പോൾ വൈകുന്നേരങ്ങളിലാണ് കൂടുതലും ഇങ്ങനെ നനച്ചു കൊടുക്കുന്നത്, ചെടികൾക്കൊക്കെ വെള്ളം അടിക്കൽ പരിപാടികളൊക്കെ. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇപ്പം മഴയും ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ മഴയും പെയ്യണതുകൊണ്ട് പിന്നെ അധികം വെള്ളം അടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ദിവസം ഇവിടെ തീരാണ്. എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതിൽ. ബൈ.